ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? വിനിയൻ ക്യൂറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പം ഒരു വീഡിയോ എടുത്തുന്നുള്ളൂ. എപ്പോഴും വീടിനകത്ത് തന്നെ ആയതുകൊണ്ട് പുറത്ത് പോകാനോ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തു. അപ്പം ഇരുന്നിരിപ്പിൽ തന്നെ മകളെ കൊണ്ടൊരു സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു എൻ്റെ ചാനൽ. മകൾ നോക്കുമ്പോൾ എന്തും വീഡിയോ ആയിട്ട് പിടിച്ചോണ്ടിരിപ്പുണ്ട്, ക്യാമറ ആയിട്ട് പുറത്ത് പോകുമ്പോഴൊക്കെ. അപ്പം മകൾ ഉറക്കൂലേ, അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞ് മകളെ പറ്റി സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ പിന്നെ എന്താ, വലിയ കാര്യമായിട്ട് വിശേഷങ്ങളൊന്നുമില്ല. ഇവിടുന്ന് ഉണ്ടായ ചെറിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. കുറേ കാലമായി ലോങ് വീഡിയോസ് ചെയ്തിട്ട്. അപ്പോൾ സാഹചര്യം അനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഇവിടെ റമദാനിന് വന്നതാണ്. ഞങ്ങൾ ഗിവ ടൈമിലാണ്, പക്ഷേ കുപ്പത്പൊളിമിൽ റമദാനിന് വന്നതാണ് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ പുറത്ത് നിൽക്കുവാണ്. പുറത്തല്ല, ഒന്ന് കാറ്റൊക്കെ കൊള്ളാൻ ഇന്ന് വീടിനകത്തല്ലേ. ചായയൊക്കെ കുടിച്ചിരിക്കുമായിരുന്നു. ഒത്തിരി പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഈ കുളത്തിൽ ഒത്തിരി പ്രാവുകൾ വന്ന് പറക്കുന്ന കാണുന്നില്ലേ? അതിൻ്റെ ഇടയിലായിട്ട് ഒരു പ്രാവ് നനഞ്ഞു കുളിച്ചിരിപ്പുണ്ട്. പക്ഷെ അത് വീഡിയോയിൽ കാണാൻ പറ്റത്തില്ല കേട്ടോ. അവിടെ ഇരിപ്പുണ്ട്. ആ പ്രാവ് കുറേ കഴിഞ്ഞപ്പം അതിൽ സൈഡിൽ കൂടെ വന്നിട്ട് അതിനെ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റുന്നില്ലായിരുന്നു. ഇവിടെ മീൻ തീറ്റ കൊടുക്കുകയാണ്. ഞങ്ങൾ കാപ്പിക്ക് മേടിച്ച കടിയാണത്. എന്താ ഭംഗി! മീനിൻ്റെയൊക്കെ ഒരു ആക്രാന്തം കണ്ടോ? ആ പ്രാവ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പുറത്തേക്ക് വന്നിട്ട് മേലെ കയറാൻ പറ്റാണ്ട്, എന്നിട്ട് ഞാൻ മകളും കൂടെ അതിനെ മേലെ കയറ്റി വിട്ടു. അപ്പം ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് കുളിക്കുകയാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് തൂല് നനഞ്ഞു കഴിഞ്ഞപ്പോൾ ഇരിക്കുകയെന്ന് കേട്ടോ വിചാരിച്ച്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അതിന് കയറാൻ പറ്റാഞ്ഞിട്ടാണ്. എന്നിട്ട് അതിനെ കയറ്റി വിട്ടു. കയറ്റി വിട്ട് കഴിഞ്ഞപ്പോൾ ബാക്കിയെല്ലാം പ്രാവെല്ലാം വന്നിട്ട് അതിനെ കുത്തി ഓടിക്കാൻ തുടങ്ങുന്നത്. ഇതേ നോക്കിക്കേ. ഇവനെ എന്നാ പറ്റി? പോകാൻ. നിങ്ങൾ നോക്കിക്കേ അതിൻ്റെ അവസ്ഥ. ആ പ്രാവിനെ അങ്ങ് മാറിപ്പോയാൽ മതിയോ? ഇതിനാണ് എണീറ്റ് ഓടാൻ പോലും വയ്യ. എന്നാലും എന്നെ സാധനങ്ങളാണ്. ചിലപ്പോൾ ഞാൻ മലയാളം പറഞ്ഞെടുത്ത് തിരിയാഞ്ഞിട്ടാണോ? ഇനിയിപ്പോൾ ഹീബ്രു പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്തായാലും ഒട്ടും അനുസരണയില്ലാത്ത പ്രാവുകളാട്ടോ. അതിനോടൊരു ദയോ ദാക്ഷിണ്യം ഒന്നുമില്ല. ഇവനാണെങ്കിൽ ഒടുക്കത്തെ ഒരു സാധനം. ആ പാവം ജീവനും കൊണ്ടാണെങ്കിൽ ഓടുന്നു. ഞാൻ ഒച്ച കേൾപ്പിച്ച് നോക്കി, കൈ കൊണ്ട് ഓടിച്ചു നോക്കി, പേപ്പർ കൊണ്ട് ഓടിച്ചു നോക്കി, പഠിച്ച പണി 18 നോക്കി. അവൻ അതിന് ഇവിടുന്ന് യാതൊരു ലക്ഷണമില്ല. ഇനിയിപ്പോൾ അതിൻ്റെ അവസ്ഥ എന്തോ. അധോഗതി കണ്ടവരില്ല. ജീവനോടെ ഉണ്ടോയെന്നറിയില്ല. എന്തായാലും ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അത് കഴിഞ്ഞ് ഇനി വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. വീട്ടിൽ ചെന്നിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ് അടുത്തത്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഞാൻ അതും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ പോവാണ്. പോയപ്പോൾ വന്നു സൂപ്പർ മാർക്കറ്റിൽ. ഇതാണ് സൂപ്പർ മാർക്കറ്റിൽ പോകാനുള്ള. അപ്പം ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാൻ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇതിൻ്റെ വായിൽ ചതിക്കൾ നടക്കുന്നത്. ഒന്നുമല്ല, വീട്ടിൽ നിന്ന് 2-3 ബദാം കായ എടുത്തിട്ട് വാരിയിട്ടതാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതുവരെ ഇച്ചിരി എനർജി വേണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ 11 മണി സമയം. നല്ല അവിടെ പോയിട്ട് ആദ്യം ഫിഷ് മാർക്കറ്റിൽ കയറണം, പിന്നെ ചിക്കൻ, അത് കഴിഞ്ഞ് ഇപ്പറ വന്ന് പച്ചക്കറി. അങ്ങനെ നമ്മൾ ഫിഷ് മാർക്കറ്റിലെത്തി. നല്ല മീനുകളുണ്ട്, ഒത്തിരി ഒന്നുമില്ല കേട്ടോ. സാൽമൺ ഉണ്ട്, ബാക്കിയൊന്നും പേരൊന്നും അറിയത്തില്ല. ഈ ഫ്രോസൺ ഫിഷാണ് വാങ്ങിക്കുന്നത്. മറ്റേതിന് വില കൂടുതലാണ്. അപ്പം മകൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫിഷ് വാങ്ങുമ്പോൾ ഫ്രോസൺ വാങ്ങിക്കണമെന്ന്.
അങ്ങനെ ഫ്രോസൺ ഫിഷ് ഞാൻ വാങ്ങിച്ചു. ഇത് കണ്ടോ, ചില്ലിക്കൂട്ടിന് അകത്ത് ഭദ്രമായി അടച്ചു വെച്ചേക്കുന്നത്. മീനിൻ്റെ അസ്ഥിക്കൂട്, നമ്മുടെ സയൻസ് ലാബുകളിൽ മനുഷ്യൻ്റെ അസ്ഥിക്കൂടം തൂക്കിയിട്ടേക്കുന്നത് പോലെ മീനിൻ്റെ അസ്ഥിക്കൂടം തലയടക്കം തൂക്കിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പറ്റിയ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചിക്കൻ മാർക്കറ്റിൽ കയറി. ഇതാണ്ട് ചിക്കൻ ഓരോ പാർട്സായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ കുറച്ച് കരൾ വാങ്ങിച്ചു. പിന്നെ ഷ്നിസൽ ഉണ്ടാക്കാൻ വേണ്ടി ഈ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളതുണ്ട്, അത് വാങ്ങിച്ചു. ഇത് കണ്ടോ, ഇത് കവറിൽ പൊതിഞ്ഞിങ്ങനെ സ്ലൈസായിട്ട് കട്ടില്ലാണ്ടാക്കും, അത് വാങ്ങിച്ചു. പിന്നെ ഇത് ചിക്കൻ ലെഗ് പീസ് ഇല്ലേ, അത് മേടിച്ചു. അപ്പം ഇതും ലെഗ് പീസും പിന്നെ 1/2 കിലോ ചിക്കൻ്റെ കരളുമാണ് ഇവിടുന്ന് വാങ്ങിയത്. അപ്പം ചിക്കനെ കുറിച്ച് വാങ്ങിച്ചു. ഇനി നമ്മൾ പച്ചക്കറി കടയിലേക്ക് പോകാം. മകളുണ്ട് വീട്ടിൽ അമ്മയുടെ അടുത്ത്. അപ്പോൾ കുറച്ച് നല്ല ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് പോയാൽ മതി. അപ്പോൾ കുറച്ചധികം ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരു യുദ്ധത്തിനുള്ള സാധ്യത ഇല്ലായ്കയില്ല. എന്തായാലും ഇതുവരെ ഇവിടേക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു നിമിഷം ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം. അപ്പോൾ ദൈവനിശ്ചയം. എന്തായാലും മുൻകരുതൽ എന്ന നിലയിൽ കുറച്ചധികം സാധനം കഴിഞ്ഞ് വാങ്ങിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പച്ചക്കറി കടയിലേക്ക് പോകുന്നു. അപ്പോൾ പച്ചക്കറി കടയിലെത്തി. നമുക്ക് സവോള, ഇതിന് വില കൂടുതലാണ്, ഇതിന് എപ്പോഴും വില കൂടുതലാണ്. അപ്പം ഐറ്റം എടുക്കും. ഇവരിത് സാലഡിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഇത് കറിക്കൊക്കെ ഇടാൻ. പിന്നെ കിഴങ്ങുണ്ട്, വൈറ്റ് വാങ്ങണം. കക്കരിക്ക, തക്കാളി, ആപ്പിൾ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്. പക്ഷേ പുളിയാന്ന് തോന്നുന്നു. ഇതുണ്ട്, തണ്ണിമത്തൻ, ബനാന പച്ച, പഴുത്തില്ല. ഇത് നമുക്ക് ബനാന വാങ്ങണം. പിന്നെ ക്യാരറ്റ്. ഇനി നമ്മൾ അകത്ത് കയറുന്നു. ഇവിടെ ചെറുനാരങ്ങയുണ്ട്, ഓറഞ്ചുണ്ട്. ചെറുനാരങ്ങ വേണ്ട, മാങ്ങാപ്പഴം വേണം. ഇവിടെ ഒന്നിൻ്റെയും വില എഴുതി വെക്കാത്തത് കൊണ്ട് ചെറുനാരങ്ങയുടെ വിലയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒന്നും വില എഴുതി വെക്കാത്തത് കൊണ്ട് അറിഞ്ഞുകൂടല്ലോ. നമുക്കിത് വാങ്ങണം. പിന്നെ കോളിഫ്ലവർ, കൈതച്ചക്ക, മുന്തിരി വാങ്ങണം. കോളിഫ്ലവർ വേണ്ട. കോളിഫ്ലവർ വേറെന്തായാലും പറഞ്ഞു. മുന്തിരി, ഇതെന്താ ആപ്പിളോ? ആപ്പിളാലോ. ഇത് വേറെ എന്തൊരു സാധനം. ഇനി ഇത് വാങ്ങണം. മാതള നാരങ്ങയുണ്ട്. ഇത് കണ്ടോ, ഉള്ളി വേറെ ഇതിലാക്കി വെച്ചേക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം, പച്ചമുളക്, ഇഞ്ചി ഇല്ലേ, ക്യാരറ്റ്, വഴുതനങ്ങ വീട്ടിലുണ്ട്. ലൂസായിട്ടും കവറിലും ഉണ്ട് പാക്കറ്റ്. ഇത് വേണം. ചോളം, പിന്നെ കോക്കനട്ട് ക്രീമുണ്ട്. കോക്കനട്ട് ക്രീം ഇത് ലിക്വിഡാണ്, ഇത് ക്രീം. ഇത് കോക്കനട്ട് ലിക്വിഡ്. എക്സ്പയറി ഡേറ്റ് കാണുന്നില്ലല്ലോ. 2025 വരെ ഉണ്ട്. ഇപ്പോൾ എടുത്തോർണം. ഓ, ഇവിടെ കഴിക്കാണ് സൂപ്പർ മാർക്കറ്റ്. മത്തങ്ങ, കൂണ്, ഇഞ്ചി ഇല്ലേ?
തക്കാളി ഉണ്ട്, പക്ഷേ ഈ തക്കാളി അത്ര സുഖമില്ല. ക്ലീനിങ് ആണെന്ന് തോന്നുന്നു. സ്പൈസസ് ഉണ്ട്. അപ്പോൾ ഇത്ര വിശേഷങ്ങൾ കാണിക്കാം. ഇവിടെയൊക്കെ ക്ലീനിങ് ചെയ്യുവാണ്. ഈടാ ഇഞ്ചി കാണുന്നില്ലല്ലോ. കൂണ് കണ്ട, പലതരം കൂണ് കേട്ടോ. വലിയ കൂണുണ്ട്. ഇവിടെ മത്തങ്ങയൊക്കെ പീസാക്കി വിൽക്കും. ഓ, ഇതിന് 24.90. അങ്ങനെ നമ്മൾ നിറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു, പച്ചക്കറിയൊക്കെ. ഇനി പാലുൽപ്പന്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്തിന് സ്ഥലമില്ല, പിന്നെ അതൊക്കെ വാങ്ങുന്നത് വേറെ ഷോപ്പിലുമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബിൽഡിങ്ങിനകത്ത് വെച്ചിട്ട് ഞാൻ പോവാണ്. എന്നിട്ട് ബാക്കി സാധനം കൂടെ വാങ്ങിച്ച് വന്നിട്ടാട്ടോ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കയറുന്നത്. അപ്പം ഇത് വീടിൻ്റെ ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോകും. അപ്പോൾ അവിടുന്ന് കാണാം. ഇതാണ് സൂപ്പർ എക്സ്പ്രസ്. അവിടെയാണ് നമ്മൾ പാലൊക്കെ വാങ്ങുന്നത്. ഇപ്പോൾ അങ്ങോട്ട് കയറാം. നമുക്ക് ഇഞ്ചി കിട്ടിയില്ലായിരുന്നു. ഇഞ്ചി ഉണ്ടോ എന്നും കൂടെ നോക്കട്ടെ. ഇഞ്ചി ഇല്ലാത്തതൊരു പ്രശ്നമാണ് എനിക്ക്. ഈശ്വര, ഇവിടെയും ഇഞ്ചിയില്ല. ഇവിടെ പക്ഷെ ബനാന പഴുത്തുണ്ട്. നമുക്ക് ജ്യൂസ് വാങ്ങാം. പിന്നെ ചീസുണ്ട്, ഇത് വാങ്ങണം. ചീസ് വാങ്ങണം. പാലില്ലല്ലോ. പാലിവിടെ. ഇവിടുത്തെ അമ്മാമ്മയുടെ ഫേവറേറ്റ് സാധനം, അമ്മാമ്മയുടെ ഒരു ബേക്കറി ഉണ്ട്. പക്ഷേ ഇത്രയൊക്കെയുള്ളൂ ഇവിടുത്തെ ബേക്കറികൾ. എനിക്കിതാണ് ടേസ്റ്റ് എനിക്കിഷ്ടമല്ല. അമ്മാമ്മ കഴിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല, തീർന്നു. പാലൊക്കെ എടുക്കാം. ബ്രെഡ്, പലതരം ബ്രെഡ്. ഇത് വേണം. ബന്ന് എടുക്കാമെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് ബ്രെഡ് ഉണ്ട്. ഇത് വേറെ ബ്രെഡ്. ബന്നെടുത്താലോ? ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. മുട്ടയുണ്ട്. ബന്നെടുക്കാം അല്ലേ? ഇത് വേണ്ട, അമ്മ കഴിച്ച്. അമ്മയ്ക്കുണ്ട്. ഇതൊക്കെ തൈര് പോലത്തെ സാധനമുണ്ട് അയാളുണ്ട്. ഇവിടെ കടുക്കലുണ്ട്. പിന്നെ എന്താ വേണ്ടേ? പിസ്സ ഫ്ലവേഴ്സ് ആയി. ഇവിടെ എന്തെങ്കിലും ചോളത്തിൻ്റെ കിട്ടൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മിഠായികളുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയ. നാട്ടിൽ പോകുന്നതിന് മുന്നേ ഇച്ചിരി വാങ്ങണമെന്നുണ്ട്. കളർഫുള്ള് കാണുമ്പോഴേ നമ്മുടെയും കുട്ടിക്കാലം. പിന്നെ കേക്ക് 42 ശതമാനം എന്നൊക്കെ പറയുമ്പോൾ ഇതാണ്. ഇവിടെയുണ്ട് നമ്മുടെ നാട്ടിലെ ചോക്ലേറ്റുകൾ. സ്നിക്കേഴ്സ് ഉണ്ട്. ജ്യൂസ് ഒന്ന് പോയി നോക്കട്ടെ. ജ്യൂസ് ഉണ്ട്. ഒത്തതാവാ. ഓക്കെ. ഒരു നീല, ഒന്നിന് വെള്ള. പാല് തന്നെ അല്ലേ എന്ന് ചോദിച്ചതാണ്. പിന്നെ
ഇവിടെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ വാഷൊക്കെ ചെയ്യുന്ന, പിന്നെ ഇങ്ങനത്തെ കുറച്ച് ലിപ് ബാം ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. പിന്നെ ജ്യൂസ്, ഇവിടെ ലിക്കറുണ്ട്. ഉണ്ടാ നമ്മൾ ജ്യൂസാണ് നോക്കേണ്ടത്. പാത്രങ്ങൾ, ക്ലീനിങ് സെറ്റുകളൊക്കെ ഉണ്ട്. ഗ്ലാസ്സൊക്കെ ഇവിടെയുണ്ട്. ഇതാണ്ടേ ജ്യൂസ് ഐറ്റംസ്. ലിക്വർ കഴിഞ്ഞില്ല. ഇതാണ് ഞാൻ വരുന്ന 3 കടകൾ ഇപ്പോൾ കണ്ടു. ഇഷ്ടം പോലെ. ഏത് വേണം? ജ്യൂസ് ജ്യൂസ് ജ്യൂസ്. ഇതിപ്പോൾ അമ്മ കുടിക്കുമെന്ന് അറിയത്തില്ല. ഇത് ഒരെണ്ണം എടുക്കാം. മകളുടെ ലിമോണായിരുന്നു, കാണുന്നില്ലല്ലോ. മകളുടെ ജ്യൂസ് ഇവിടെ കാണാനില്ല. ഇതാണ്. പക്ഷേ ലിമോൺ ജ്യൂസ് നോക്കട്ടെ. ഇതല്ല, വേറെ ഒരെണ്ണമായിരുന്നല്ലോ. അപ്പോൾ തൽക്കാലത്തേക്ക് വേറെ വാങ്ങേണ്ടി വരും, അല്ലെ പിന്നെ ഒഴിവാക്കണം. ഇതിലാവട്ടെ. എന്തായാലും ഇതൊരെണ്ണം എടുക്കാം. പക്ഷേ മകളുടെ ഇതിവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പിന്നെ എത്രയേ ഉള്ളൂ ഇന്നത്തെ ബലൂണുകളുണ്ട്. ഓക്കെ, ഇത് മതി. ഇതാണ് ജാമ വാങ്ങിച്ചത്. ഇവിടെയും കാർഡാണ് കേട്ടോ. നമ്മൾ കാർഡാണ് മൊത്തം എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. കഴിഞ്ഞു. ഇനി നേരെ വീട്ടിൽ പോകണു. നമ്മളെ അങ്ങനെ തിരിച്ചെത്തി അപ്പാർട്ട്മെൻറ്റിലെത്തി. ഇനി ലിഫ്റ്റ് എടുത്ത് കയറുന്നു, പോകുന്നു. ഈ സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. എൻ്റെ അമ്മ, നമ്മുടെ പട്ടി കുറച്ച് പിന്നെ കുറച്ച് വൈകി വീഡിയോ കൂടെ എടുത്തുകൊണ്ട് വൈകി. അപ്പോൾ 11 മണിക്ക് പോയ ഷോപ്പിംഗ് ആണ്. ഇപ്പോൾ സമയം 12 മണിയായി. തിരിച്ചിരുമ്പോൾ 1 മണിക്കൂറാണ് ഷോപ്പിംഗ് ഉണ്ടായിരുന്നത്. വീഡിയോ കൂടെ എടുത്തുകൊണ്ടാണ് താമസിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ, ബൈ.